മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉൾപ്പെടുന്ന പുഞ്ചവയൽ ഭാഗത്തെ വ്യാപാരികൾക്കാണ് ഇത് വലിയ ആശ്വാസം നൽകുന്നത്. പട്ടയമില്ലാതെ സെറ്റിൽമെന്റ് പ്രദേശത്ത് അൺഓതറൈസ്ഡ് നമ്പറുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുണ്ടക്കയം പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്ന് വ്യാപാരികളുടെ കുടുംബങ്ങളും ഉപജീവനമാർഗവും അനുബന്ധ കാര്യങ്ങളും പൂർണ്ണമായും അവതാളത്തിൽ ആകുകയും വലിയ പ്രതിസന്ധിയാകുകയും ചെയ്തു. ഇതിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയിരുന്നു. തുടർന്ന് ഫെസ്റ്റൂൺ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ ദുരവസ്ഥ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കെ സ്മാർട്ടിൽ ഓൺലൈൻ സോഫ്റ്റ്വെയറിൽ ഇത്തരം കെട്ടിടങ്ങൾക്ക് പ്രത്യേക ഓപ്ഷൻ ഇല്ലാതിരുന്നതാണ് പുതിയ ലൈസൻസ് നൽകുന്നതിന് തടസ്സമായി നിന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിലവിൽ ഈ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുകയും പുതിയ ലൈസൻസുകൾ നൽകി തുടങ്ങുകയും ചെയ്തതായി പഞ്ചായത്ത് രേഖാമൂലം വ്യാപാരികളെ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുഞ്ചവയൽ യൂണിറ്റ് സമർപ്പിച്ച പരാതികളിലാണ് മുണ്ടക്കയം പഞ്ചായത്ത് സെക്രട്ടറി ഔദ്യോഗികമായി മറുപടി നൽകിയത്. പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കി നൽകിയിട്ടുണ്ടെന്നും ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള പുതിയ അപേക്ഷകർ കെ സ്മാർട്ട് മുഖേന അപേക്ഷിക്കുന്ന മുറയ്ക്ക് ലൈസൻസ് അനുവദിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി കത്തിലൂടെ വ്യക്തമാക്കി. ഇത് മേഖലയിലെ വ്യാപാരികൾ ഉൾപ്പെടെ ഏറെ ആശ്വാസമായി മാറിയിട്ടുണ്ട്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.